ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുന്നിലെത്തുന്ന ഫയലിൽ എല്ലാം സ്പന്ദിക്കുന്നത് ജീവിതമാണ്. 2016 അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഈ വാക്കുകൾ കേട്ട നമ്മളെല്ലാവരും കരുതി എല്ലാം ശരിയാകുമെന്ന്. എന്നിട്ടാണോ 14 വർഷം ശമ്പളമില്ലാതെ ജോലി ചെയ്ത ഒരു അധ്യാപികയുടെ ഭർത്താവിന് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്? സെക്രട്ടേറിയറ്റിലടക്കം സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം 10,000-ങ്ങളല്ല, ലക്ഷങ്ങളാണ്. ഇതിലുണ്ട് കണക്കുകളെല്ലാം. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല, ഡയറക്ടറേറ്റുകളിലും ജീവിക്കാനായി നിലവിളിക്കുന്ന ഫയലുകൾ കുന്നുകൂടി കിടക്കുകയാണ്. സർക്കാർ ഓഫീസിലെ ഫയലുകൾ ചുവപ്പ് നാടയിൽ കുരുങ്ങുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് പത്തനംതിട്ടയിലെ അധ്യാപിക. ഓഗസ്റ്റ് 4-ന് അവിടെ ഇല്ലാതായത് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. ഓഗസ്റ്റ് 5-ന് സംസ്ഥാനത്തെ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ കണക്ക് ഞങ്ങൾ ശേഖരിച്ചു. 8.5 ലക്ഷമാണ് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ. 8,50,657 ഫയലുകൾക്കുള്ളിൽ ജീവിക്കാനുള്ള നിലവിളിയാണ്. സെക്രട്ടേറിയറ്റിലെ വകുപ്പ് ഓഫീസുകളിൽ മാത്രം വിധി കാത്തിരിക്കുന്നത് 2,20,504 ഫയലുകൾ. ഡയറക്ടറേറ്റ് ഓഫീസുകളിൽ 6,30,153 ജീവിതങ്ങൾ. ഓരോ ഫയലിലും ജീവിതമുണ്ടെന്ന് മുഖ്യമന്ത്രി ഈ വേദിയിലടക്കം പല വേദികളിലും പറഞ്ഞിട്ട് 9 കൊല്ലത്തിലധികമായി. എന്നിട്ടും ജീവനക്കാർക്ക് മാത്രം മനസ്സിലായില്ല. മനസ്സിലാക്കി കൊടുക്കേണ്ട സർക്കാരും വാചകമടിയിൽ ഒതുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു പട്ടിക ഉണ്ടാകില്ലല്ലോ. കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ ഒന്ന് കൈവയ്ക്കാത്ത ഒരനക്കവുമില്ലാത്തവയുമുണ്ട്. എവിടെയോ കിടക്കുന്ന ഫയലുകൾ എത്രയാണെന്ന് അറിയേണ്ടേ? ഡയറക്ടറേറ്റ് ഓഫീസുകളിൽ അനക്കമില്ലാത്ത 26,754 ഫയലുകളുണ്ട്. സെക്രട്ടേറിയറ്റിൽ 5 എണ്ണമേ ഉള്ളൂ എന്ന് ആശ്വസിക്കാം. ഒരു നടപടിയും തുടങ്ങാത്ത ഫയലുകൾ കുന്നുകൂടി കിടക്കുന്നതിൽ 1-ാം സ്ഥാനത്ത് തദ്ദേശ വകുപ്പ് ഡയറക്ടറേറ്റ് ആണ്. അവിടെ കുരുങ്ങി കിടക്കുന്നു 6,896 ജീവിതങ്ങൾ. മുഖ്യമന്ത്രി ജീവനക്കാരെ ഉപദേശിച്ചിട്ടും എന്തുകൊണ്ട് ഫയലുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നു? അതിന് ഇവിടെയും ഒരു കാരണമുണ്ടായി. ഈ മനോഭാവവും കാരണമാണ്. ഫയൽ നോക്കേണ്ട ഓഫീസ് സമയത്ത് ജീവനക്കാരുടെ ഭരണപക്ഷ സംഘടന മുഖ്യമന്ത്രിക്ക് വാഴ്ത്തുപാട്ട് പാടും. പുകഴ്ത്താൻ ഡോക്യുമെന്ററി പുറത്തിറക്കി ആഘോഷിക്കും. ഇത് ആസ്വദിക്കാൻ മുഖ്യമന്ത്രി തന്നെ എത്തുന്നു. ഇതൊക്കെ കാണാൻ എതിർക്കുന്ന ജീവനക്കാരും സീറ്റ് വിട്ടിറങ്ങും. ഫയലുകൾ തീർപ്പാക്കുന്നതിന് പ്രത്യേക യജ്ഞം നടത്തുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? തല്ലും തലോടലും ഒരുമിച്ച് നടക്കില്ല. ഇതിന്റെ ഫലമാണ് ഓരോ വകുപ്പിലെയും ഫയലുകളിൽ തീർപ്പാകാതെ കിടക്കുന്ന മനുഷ്യ ജീവിതങ്ങൾ. സെക്രട്ടേറിയറ്റിലും ഡയറക്ടറേറ്റിലും ഏറ്റവും കൂടുതൽ ഫയൽ കെട്ടിക്കിടക്കുന്നത് തദ്ദേശ വകുപ്പിലാണ്. സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ 36,090 ഫയലുകളും ഡയറക്ടറേറ്റ് ഓഫീസുകളിൽ 82,922 ഫയലുകളുമുണ്ട്. അതായത് ആകെ തീർപ്പാക്കേണ്ടത് 1,19,012 ഫയലുകൾ. ഫയലുകളിൽ ജീവിതമുണ്ടെന്ന് മുഖ്യൻ പറഞ്ഞത് നടപ്പാക്കാതെ ഒന്നാമതെത്തിയ വകുപ്പ്. അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതിന്റെ പാപഭാരത്തിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഒഴിയാനാകില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് സെക്രട്ടേറിയറ്റിൽ ഫയൽ തീർപ്പാക്കാത്ത വകുപ്പുകളിൽ 2-ാം സ്ഥാനത്ത്. 5-ാം തീയതി വരെയുള്ള കണക്ക് നോക്കുമ്പോൾ തീർപ്പാക്കാത്ത 24,230 ഫയലുകളുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഫയൽ കെട്ടിക്കിടക്കുന്ന പട്ടികയിൽ 6-ാം സ്ഥാനത്താണെങ്കിലും അവിടെ ഓഫീസുകളിൽ 30,607 ജീവിതങ്ങൾ ഫയലിൽ ശ്വാസം മുട്ടുകയാണ്. ഫയലുകൾ തീർപ്പാക്കാൻ അദാലത്ത് തുടങ്ങി 1 മാസം കഴിയുമ്പോഴും 8.5 ലക്ഷം ഫയലുകൾ തീർപ്പാക്കാനുണ്ടെന്ന കണക്കിലെല്ലാം ഉണ്ട്. ഓരോ ഫയലിലും ജീവിതമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ജീവനക്കാരതെല്ലാം തമാശയായി കണ്ടു. എന്നാൽ അത് തമാശയല്ലെന്ന് ജീവനക്കാരെ ബോധ്യപ്പെടുത്താതെ സർക്കാരും തമാശയായി കണ്ടു. ക്യാമറമാൻ MS സുജിത്തിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.